ഇറാൻ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചപ്പോൾ ഇതൊന്നും നമ്മളെ ബാധിക്കില്ല എന്ന് കരുതിയ വലിയൊരു വിഭാഗമുണ്ട്. എന്നാൽ സ്ഥിതിഗതികൾ ആകെ മാറിയിരിക്കുന്നു. ആഹാരം വെച്ച് കഴിക്കാൻ അടുക്കളയിലേക്ക് ആവശ്യത്തിന് സിലിണ്ടറുകൾ ലഭിക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അതിലും തീവ്രമായ പ്രശ്നത്തിലാണ് ഹോട്ടലുകൾ. തലസ്ഥാനത്തുൾപ്പെടെ സംസ്ഥാനത്തെ പല ഹോട്ടലുകളും താൽക്കാലികമായി പൂട്ടി. മറ്റ് പലരും കഷ്ടിച്ച് കുറച്ച് ദിവസത്തെ സ്റ്റോക്ക് മാത്രമായി മുന്നോട്ട് പോവുകയാണ്. പാചകവാതക ക്ഷാമം രൂക്ഷമായതോടെ ഗ്യാസ് സിലിണ്ടറുകൾക്കും രക്ഷയില്ല. എന്തായാലും പ്രതിസന്ധിക്ക് പിന്നാലെ സംസ്ഥാനത്തെ ആദ്യ സിലിണ്ടർ മോഷണം തിരുവനന്തപുരം നഗരമധ്യത്തിലാണ് അരങ്ങേറിയത്. ചാലയിലെ VS ഹോട്ടലിൽ നിന്നാണ് ഇന്ന് പുലർച്ചെ ഗ്യാസ് സിലിണ്ടർ മോഷ്ടിക്കപ്പെട്ടത്. തലയിൽ ചാക്കിട്ട് മറച്ച് ഒരാൾ ഗ്യാസ് സിലിണ്ടർ മോഷ്ടിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളും ലഭിച്ചു. പുലർച്ചെ 2 മണിയോടെയായിരുന്നു മോഷണം. നിറയെ ഗ്യാസുള്ള സിലിണ്ടറാണ് മോഷ്ടിക്കപ്പെട്ടത്. പകുതി ഉപയോഗിച്ച 2 സിലിണ്ടറുകൾ അവിടെ തന്നെ ഉപേക്ഷിച്ചാണ് കള്ളൻ മടങ്ങിയതും. സിലിണ്ടർ മോഷ്ടിക്കപ്പെട്ടതോടെ ഇന്ന് ഉച്ചയോടെ ഹോട്ടൽ അടച്ചിടേണ്ട അവസ്ഥയിലാണെന്ന് ഹോട്ടൽ ഉടമ അർച്ചന പ്രതികരിച്ചിരുന്നു. വെളുപ്പിനെ ഹോട്ടൽ തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞതെന്നും ഹോട്ടൽ തുറക്കാൻ എത്തിയപ്പോൾ വൈദ്യുതി ഉണ്ടായിരുന്നില്ല എന്നും എന്താണെന്ന് പരിശോധിച്ചപ്പോഴാണ് ഫ്യൂസ് ഊരിയ നിലയിൽ കണ്ടതെന്നും ഇവർ പ്രതികരിച്ചു. ഹോട്ടലിന്റെ ഇടതുഭാഗത്തെ ഇരുമ്പ് ഷീറ്റ് ഉപയോഗിച്ച് മറച്ച ഭാഗത്താണ് അടുക്കളയുള്ളത്. മെയിൻ സ്വിച്ചിന്റെ ഫ്യൂസ് പുറത്തുനിന്ന് ഊരിയ ശേഷമാണ് മോഷ്ടാവ് ഉള്ളിൽ കടന്നതും. എന്തായാലും പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ പല ഏജൻസികളും ബുക്കിംഗ് സ്വീകരിക്കുന്ന ഫോൺ നമ്പറുകൾ പ്രവർത്തനരഹിതമാക്കി. ബുക്കിംഗ് സ്വീകരിച്ച ഏജൻസികൾ 1.5 ആഴ്ചയിലേറെയായിട്ടും സിലിണ്ടർ വിതരണം ചെയ്തില്ലെന്ന പരാതികളും വ്യാപകമാണ്. വിവിധ ഭാഗങ്ങളിൽ പാചകവാതക സിലിണ്ടർ ലഭിക്കാത്തവർ ഏജൻസി ഓഫീസുകളിലെത്തി ബഹളമുണ്ടാക്കിയത് പലയിടത്തും സംഘർഷത്തിനും കാരണമായി. ചില ഏജൻസികൾ പോലീസ് സംരക്ഷണം വരെ തേടേണ്ട അവസ്ഥയുണ്ടായി. കൂട്ട ബുക്കിംഗ് ശ്രമങ്ങൾ കാരണം ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം പലപ്പോഴും തകരാറിലുമാണ്. അതേസമയം ഏജൻസികൾ നൽകിയ സിലിണ്ടർ ഓർഡറുകളും എണ്ണ കമ്പനികൾ വെട്ടിക്കുറച്ച് നൽകുന്നെന്ന പരാതിയുമുണ്ട്. തിരുവനന്തപുരം കഴക്കൂട്ടമൊഴികെ സംസ്ഥാനത്തെ LPG ബോട്ടിലിംഗ് പ്ലാന്റുകളിൽ നിന്നുള്ള ഉൽപാദനത്തിലും കാര്യമായ കുറവുണ്ട്. ആശുപത്രികൾക്കും സ്കൂളുകൾക്കും മറ്റ് മുൻഗണനാ വിഭാഗങ്ങൾക്കും നൽകേണ്ടതിൽ 19 കിലോഗ്രാമിന്റെ കൊമേഴ്ഷ്യൽ സിലിണ്ടറുകൾ മിക്ക പ്ലാന്റിലും പരിമിതമായി ലോഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഗാർഹിക സിലിണ്ടറുകൾ ആവശ്യത്തിന് സ്റ്റോക്കുണ്ടെന്നും വിതരണത്തിൽ പ്രശ്നങ്ങളില്ല എന്നുമാണ് മുഖ്യമന്ത്രിയും ഭക്ഷ്യമന്ത്രിയും ഉൾപ്പെടെ വിളിച്ച യോഗങ്ങളിൽ എണ്ണ കമ്പനി പ്രതിനിധികളുടെ നിലപാട്. കേരളത്തിലെ 900 ഗ്യാസ് ഏജൻസികൾ വഴി 30 ലക്ഷത്തോളം ഗാർഹിക കണക്ഷനുകൾ ഉണ്ടെന്നാണ് കണക്കുകൾ. കമേഴ്ഷ്യൽ കണക്ഷനുകളുടെ എണ്ണത്തിൽ കൃത്യമായ കണക്കുകൾ ഇല്ലെങ്കിലും 5 ലക്ഷത്തിലേറെ സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. ഇതിലേറെയും റെസ്റ്റോറൻറ്റുകളാണ്. കേരളത്തിൽ വാണിജ്യ പാചകവാതകത്തിന്റെ പകുതിയോളം വിതരണം ചെയ്യുന്നത് ഇത്തരം സ്വകാര്യ കമ്പനികളാണ്. 13 സ്വകാര്യ കമ്പനികളാണ് വാണിജ്യ LPG വിതരണം ചെയ്യുന്നത്. ഇവർക്ക് LPG ലഭിക്കുന്നത് പൂർണ്ണമായും നിലച്ചു. ഇന്ത്യൻ, ഭാരത് ഗ്യാസ്, HP എന്നിവയാണ് ഈ രംഗത്തെ പൊതുമേഖലാ കമ്പനികൾ. അവശ്യമേഖലയ്ക്കായി ഈ കമ്പനികൾ ഇപ്പോഴും ഭാഗികമായി വാണിജ്യവാതകം ലഭ്യമാക്കുന്നുമുണ്ട്. ഇതിനിടയിൽ ഇന്ധന പ്രതിസന്ധിയെ തുടർന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ LDF സംഘടിപ്പിച്ച പ്രതിഷേധവും ശ്രദ്ധ നേടി. പാചകവാതക പ്രശ്നത്തിൽ ഡൽഹിയിൽ കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ റോഡിൽ അടുപ്പ് കത്തിച്ച് റൊട്ടി ചുടലടക്കമുള്ള പ്രതിഷേധങ്ങളും അരങ്ങേറി. പാചകവാതക ക്ഷാമം രൂക്ഷമായതോടെ വ്യത്യസ്തമായ മാർഗങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് പല ഹോട്ടലുകാരും. ഇത്തരത്തിൽ നഗരത്തിന്റെ വിശപ്പടക്കാൻ വിറകിൽ അഭയം തേടിയിരിക്കുകയാണ് കൊച്ചിയിലെ സമൃദ്ധി ക്യാൻറ്റീൻ. കുറഞ്ഞ വിലയ്ക്ക് നഗരവാസികൾക്ക് ഭക്ഷണം നൽകുന്ന സമൃദ്ധിയിലെ പാചകം ഇന്ന് രാവിലെ 10 മണിയോടെ വിറകടുപ്പിലേക്ക് മാറി. എറണാകുളം നോർത്ത് പരമാര റോഡിലുള്ള സമൃദ്ധിയുടെ പ്രധാന ക്യാൻറ്റീന്റെ മുൻവശത്ത് പന്തലൊരുക്കിയാണ് അടുപ്പുകൾ സജ്ജീകരിച്ചത്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായുള്ള സമൃദ്ധിയുടെ 9 ഔട്ട്ലെറ്റുകളിലേക്കുമുള്ള ഭക്ഷണം പരമാര റോഡിലെ ക്യാൻറ്റീനിലാണ് തയ്യാറാക്കുന്നത്. പാചകവാതകത്തിന് ക്ഷാമം നേരിട്ടതോടെ ദോശ, പൂരി, പുട്ട് തുടങ്ങിയ വിഭവങ്ങൾ ഒഴിവാക്കിയതിനു പുറമെ നോൺ വെജിറ്റേറിയൻ സ്പെഷ്യലുകളിലും കുറവ് വരുത്തിയാണ് താൽക്കാലിക പരിഹാര മാർഗങ്ങൾ കാണുന്നത്. തുടക്കത്തിൽ 10 ലോഡ് വിറകാണ് ആലുവയിൽ നിന്ന് പാചകത്തിനായി എത്തിച്ചിരിക്കുന്നത്. 3-4 ദിവസത്തേക്ക് ഇത് മതിയാകുമെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ. ദിവസം ശരാശരി 19 കിലോഗ്രാമിന്റെ 25 മുതൽ 30 പാചകവാതക സിലിണ്ടറുകളാണ് സമൃദ്ധിക്ക് ആവശ്യമായി വന്നിരുന്നത്. അതേസമയം കോട്ടയം ജില്ലയിലെ ഹോട്ടലുകളിൽ ഉച്ചയൂണ് പൂർണ്ണമായും ഒഴിവാക്കാൻ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തീരുമാനിച്ചു. പാചകവാതക ക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ പൂർണ്ണമായ അടച്ചുപൂട്ടൽ ഒഴിവാക്കാൻ ഊണ് ഒഴിവാക്കുന്നത് അടക്കമുള്ള മെനു പരിഷ്കരണത്തിനാണ് ശ്രമം. ജില്ലയിൽ 20% ഹോട്ടലുകൾ അടച്ചതായാണ് അസോസിയേഷന്റെ കണക്ക്. കഴിഞ്ഞ ദിവസം അടച്ച ചില ഹോട്ടലുകൾ ഇന്നലെ തുറന്നിട്ടുമുണ്ട്. ഇന്ധന ഉപയോഗം കുറവുള്ള തരത്തിൽ ഭക്ഷണത്തിന്റെ മെനു പരിഷ്കരിക്കാനാണ് ശ്രമം നടക്കുന്നത്. മറുവശത്ത് പാചകവാതക ലഭ്യത കുറവിന്റെ പശ്ചാത്തലത്തിൽ ഗ്രാമീണ മേഖലയിൽ സിലിണ്ടർ ബുക്കിങ്ങിനുള്ള ഇടവേള 45 ദിവസമായി വർദ്ധിപ്പിച്ചു. നേരത്തെ 25 ദിവസമായി നിശ്ചയിച്ചിരുന്ന ഇടവേളയാണ് ഇപ്പോൾ 45 ദിവസമായി ഉയർത്തിയത്. ഇതിനൊപ്പം രാജ്യത്തെ LPG ഉൽപ്പാദനവും വർദ്ധിപ്പിച്ചു കഴിഞ്ഞു.
പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ LPG ഉൽപ്പാദനം കൂട്ടാൻ കേന്ദ്ര സർക്കാർ എണ്ണ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതുപ്രകാരം കഴിഞ്ഞ ദിവസം മുതൽ ഉൽപ്പാദനം 25% വർദ്ധിപ്പിച്ചിരുന്നു. പിന്നാലെയാണ് വ്യാഴാഴ്ച മുതൽ ഉൽപ്പാദനം 28% ഉയർത്തിയത്. ഖത്തർ, UAE, സൗദി അറേബ്യ, കുവൈറ്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് പകരമായി അമേരിക്ക, നോർവേ, കാനഡ, അൾജീരിയ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ ഇന്ധനം എത്തിക്കാൻ നടപടികളും ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിനിടെ സമൂഹ മാധ്യമങ്ങളിൽ മറ്റൊരു അടുപ്പ് കൂടി താരമാവുകയാണ്. സംഗതി നമ്മുടെ പഴയ വിറകടുപ്പ് തന്നെയാണ്, പക്ഷേ കെട്ടിലും മട്ടിലുമൊക്കെ വലിയ മാറ്റങ്ങളുണ്ട്. പേര് റോക്കറ്റ് അടുപ്പ് എന്നാണ് ഇപ്പോൾ. പേര് പോലെ ഇപ്പോൾ വിൽപ്പനയും റോക്കറ്റ് പോലെ കുതിക്കുകയാണ്. വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിക്കാവുന്ന ചെറിയ അടുപ്പ് മുതൽ ഹോട്ടലുകളിലും മറ്റും ഉപയോഗിക്കാവുന്ന വലിയ അടുപ്പുകളും വിപണിയിലുണ്ട്. ചിരട്ട, വിറക് എന്നിവ ഉപയോഗിച്ചാണ് ഈ അടുപ്പ് ഉപയോഗിക്കുന്നത്. അടുപ്പിന്റെ താഴെ ഭാഗം തുറന്ന് വിറക് അല്ലെങ്കിൽ ചിരട്ട ഇതിലേക്ക് വെക്കാം, ശേഷം അത് കത്തിക്കാം. എന്നാൽ കത്തിക്കഴിഞ്ഞ് ചാരം എന്ത് ചെയ്യുമെന്നതിനെ പറ്റിയും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം അടുപ്പിന് താഴെ ചാരം ശേഖരിക്കാനായി ഒരു പ്രത്യേക അറയുമുണ്ട്. അതിൽ നിന്ന് പാചകം കഴിഞ്ഞതിന് ശേഷം ചാരം കളയാവുന്നതുമാണ്. സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആയതോടെ പലരും ഇത്തരത്തിലുള്ള അടുപ്പുകളും തേടി തുടങ്ങി. ഓൺലൈൻ സൈറ്റുകളിൽ ഇവ ലഭ്യമാണ്. 1800 രൂപ മുതൽ ഇതിന്റെ വില വരുന്നുണ്ട്. നിലവിൽ പല ഹോട്ടലുകളും ഇത്തരം സാധ്യതകളും നോക്കി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG ഗ്യാസുകളുടെ സ്റ്റോക്കിൽ ആശങ്ക വേണ്ടെന്നും ജനത്തിന്റെ പരിഭ്രാന്തി ആവശ്യമില്ല എന്നുമാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കുന്നത്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ രാജ്യത്ത് ഒരു രീതിയിലുമുള്ള പ്രതിസന്ധിയും ഇല്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി ലോക്സഭയിൽ മറുപടി നൽകിയിരുന്നു. എല്ലാ വീടുകൾക്കും വ്യവസായങ്ങൾക്കുമുള്ള വൈദ്യുതി ഉൽപ്പാദനം പൂർണ്ണമായും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നതിനോ വ്യാജ കഥകൾ പ്രചരിപ്പിക്കുന്നതിനോ ഉള്ള സമയമല്ല ഇതെന്നും ദേശീയ താൽപര്യങ്ങളുടെ പിന്നിൽ ഇന്ത്യ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും പുരി ആവശ്യപ്പെട്ടു. സത്യത്തിൽ ഒരു പരിധിവരെയും ഇന്ത്യൻ അടുക്കളകൾ പട്ടിണിയാകില്ലെന്ന് നമുക്ക് ഈ സാഹചര്യത്തിലും ഉറപ്പിച്ച് പറയാൻ കഴിയുമെങ്കിലും ഹോട്ടലുകൾ അടച്ചുപൂട്ടലിന്റെ ഘട്ടത്തിൽ എത്തി നിൽക്കെ ഹോട്ടൽ ഭക്ഷണത്തെ മാത്രം ആശ്രയിച്ച് കഴിയുന്നവരുടെ അവസ്ഥ എന്താകുമെന്നതാണ് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടത്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.